ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾക്കായാലും ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് അതായത് 2-3 സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വേപ്പില ഇതൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓയിലിൽ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 പേർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറേ പേരുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിലുള്ള ഐറ്റംസുകൾ കൂട്ടിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 പേർക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറേശ്ശെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല വേണ്ട, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ചക്കുത്തലുണ്ടല്ലോ, അതാണ് പറയുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തീയെന്ന് വെയിലിട്ടിട്ട് നന്നായി ഇത്തിരി സ്പീഡ് കൂട്ടാട്ടോ. എന്നിട്ട് അത് കഴിയുമ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്നും കൂടി. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ നന്നായി ഉടഞ്ഞ് വരും. ആ ഉടഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് എഗ്ഗില്ലേ, ഇപ്പം ഞാൻ ഒരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എഗ്ഗ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനൊരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ആ എഗ്ഗ് സെൻറ്ററിൽ ഒഴിച്ച് ഇങ്ങനെ ചിക്കുമാന്തി എടുക്കാം. പിന്നെ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് മിക്സാക്കിയിട്ട് നന്നായി അങ്ങോട്ട് ആ എഗ്ഗ് വരെ നമ്മുടെ സബോളയിൽ ഇങ്ങനെ അലിഞ്ഞ് ചേരണം. അതേപോലെ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഒന്നും തിന്നുമ്പോൾ എടുത്ത് കളയാൻ പാടില്ല. പിന്നെ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സോസ്. അപ്പോൾ എൻ്റെ അവിടുത്തെ സോസ് കഴിഞ്ഞു, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതും ഇട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് എടുക്കുക. നന്നായി വാടി വരും കണ്ടോ. ഞാനിപ്പോൾ എടുത്തത് അത്യാവശ്യം വലുപ്പമുള്ള 2 സബോളയാണ് എടുത്തത്. പക്ഷെ ഇതിപ്പോൾ വാടി വന്നപ്പോൾ അത്രയും കുറവ് ക്വാണ്ടിറ്റി ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തി. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ അതിലാകെ അങ്ങനെ പുരട്ടിയെടുക്കുക കണ്ടോ. എല്ലായിടത്തേക്കും ആക്കിക്കൊണ്ട് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറേശ്ശെ എരിവ് മതി, അധികം എരിവ് ആക്കരുതെന്ന്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ല. എരിവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. മുതിർന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ മക്കൾക്ക് അത് പിന്നെ എരിവ് കൂടുമ്പോൾ അവർ കഴിക്കാണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ ചുരുട്ടി കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെ തന്നെ ലഞ്ച് ബോക്സിൽ വയ്ക്കാം. അതല്ലെങ്കിൽ മക്കൾ പൊട്ടിച്ച് തിന്നുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകും. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് പറക്കിയെടുത്ത് തിന്നാം കണ്ടോ. അടിപൊളിയായില്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ പോകണ മക്കൾക്കും ലഞ്ച് ബോക്സ് കൊണ്ടുപോകണ എല്ലാവർക്കും ഇതുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട കറികൾ, കാരണം ഇതിങ്ങനെ ഓരോന്ന് പറക്കി തിന്നാം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യും.